ഇത് ഫിൽറ്ററായിട്ട് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇതിലെ വെള്ളം കണ്ടാലറിയാം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രോപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായി കുറച്ച് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് വളരെ മോശമായ വെള്ളം എങ്ങനെ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യണം, അപ്പോൾ അതിൻ്റെ മെത്തേഡ്, അതുപോലെ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനടുത്ത് കസ്റ്റമറുടെ റിവ്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ അരിയല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ നമ്മൾ ആദ്യം കോൺടാക്റ്റ് ചെയ്യണത് 2022 അവസാന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെള്ളത്തിൻ്റെ റിസൾട്ട് ഭയങ്കര മോശമായിരുന്നു. വെള്ളത്തിൽ അയേണിൻ്റെ അളവൊക്കെ വളരെ കൂടുതലാണ്, ഏകദേശം 7 മില്ലിഗ്രാം വരെയൊക്കെ അയേൺ ആൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ടിൽ തന്നെ ഉണ്ട്. ടർബിഡിറ്റിക്ക്, അതായത് വെള്ളം വളരെ കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ അന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റത്തിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കസ്റ്റമർ നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിച്ചിരുന്നു. പിന്നെ കുറേ കാര്യം കഴിയുമ്പോൾ പിന്നെ ഒരു അപ്ഡേഷൻ ഇല്ലാണ്ടായി. പിന്നെ അതിന് ശേഷം ഒരു 2024 നമുക്ക് രണ്ടാമത് ഈ കസ്റ്റമർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തു. അവിടെ നോക്കിയപ്പോൾ ആൾ ഓൾറെഡി ഒരു ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അന്വേഷിച്ചപ്പോൾ നമ്മളന്ന് പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാളും വളരെ ചീപ്പ് റേറ്റിന് അദ്ദേഹത്തിന് ഈ ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിന് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ വളരെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ, അതേപോലെ അദ്ദേഹത്തിന് കുറച്ച് നഷ്ടങ്ങളുണ്ടായി അത് ചെയ്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കസ്റ്റമറിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്ന പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്താണ് വീട്. ഈ കാണുന്നതാണ് ഇവിടെ ചെയ്താണ് ഫിൽട്ടർ യൂണിറ്റ്. അതുപോലെ ഇവിടെ സെറ്റിലിംഗ് ചെയ്യുന്ന ടാങ്ക്, പിന്നെ ഡോസിങ് പമ്പ് യൂണിറ്റുകളുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത റിസൾട്ടും കൂടിയും കാണിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ കസ്റ്റമർ ഫിൽട്ടർ ആവാത്ത വെള്ളം ടെസ്റ്റ് ചെയ്ത റിസൾട്ടും, അതിനുശേഷം ഈ അടുത്ത് നമ്മൾ ഞങ്ങളുടെ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫിൽട്ടർ ചെയ്ത വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ടൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കസ്റ്റമർ, പേര് ഷിതിൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. എൻ്റെ പേര് ഷിതിൻ എന്നാണ്. ഞാൻ നിലവിൽ വേറൊരു കമ്പനീൻ്റെ ഫിൽറ്റർ ഇവിടെ വെച്ചിരുന്നു. അത് ഭയങ്കര പ്രോബ്ലം ആയപ്പോഴാണ് ചേട്ടനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ യൂട്യൂബിലൂടെയാണ് ആദ്യം പരിചയപ്പെട്ടിരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് പരിചയപ്പെട്ട് പിന്നെ ഈ ഫിൽറ്റർ കേട് വന്നപ്പോൾ ഇവിടെ വന്നു. മുന്നേ ഉള്ള ഫിൽറ്റർ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനിലായിരുന്നു. അപ്പോൾ വല്ലാത്ത രീതിയിലുള്ള കലക്ക് വെള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവർ കലക്ക് വന്നപ്പോഴാണ് കിണറിൽ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. 7.16 ഉണ്ട് എന്ന് പറഞ്ഞു, 7 മില്ലിഗ്രാം ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഒരുപാട് രീതി ചളി ഇനി ടെറസിൻ്റെ മുകളിലുള്ള ടാങ്ക് ലൈന് വെച്ച് ഇറങ്ങി വരുന്ന ലൈനിൽ നമ്മൾ ഒറ്റ ഫിൽറ്ററാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിലേക്ക് ഇതിൻ്റെ മുകളിൽ കയറി കണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യണത് ഭയങ്കര ഒരു പണിയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് വെള്ളം വല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അത് കുറച്ച് കാലം മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോസിങ് പമ്പ് വെച്ചു, ക്ലോറിൻ എന്തോ ഡോസ് ചെയ്യണേ, എന്നാലും വെള്ളം പ്യൂറായിട്ട് കിട്ടിയില്ല. അത് കുറച്ച് കാലത്തോളം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ വെള്ളം, കുടിവെള്ളം ഈ ഏരിയയിലൊന്നും വെള്ളമില്ല, വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ ഫിൽറ്റർ നിന്നതിന് ശേഷമാണ് ചേട്ടനെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ നല്ല രീതിയിൽ വെള്ളം ആയതിനു ശേഷമാണ് ഇതിപ്പോൾ കുടിവെള്ളമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം, അയൺ വളരെ കൂടുതലാണ്. ഈ പറയും പോലെ റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 7 മില്ലിഗ്രാമാണ് ഉണ്ടായിരുന്നത്. ടർബിഡിറ്റി, അതായത് ഇദ്ദേഹം ചെളിയെന്ന് പറഞ്ഞാൽ ടർബിഡിറ്റി, വെള്ളം തീരെ ക്ലാരിറ്റി ഇല്ലേക്കാണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ മറ്റേ ജ്യൂസിൻ്റെയൊക്കെ കളർ, ആ ജ്യൂസിൻ്റെയൊക്കെ കളറാണ് വെള്ളം ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം വെച്ച കമ്പനി ഇദ്ദേഹം പറഞ്ഞ പോലെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലേക്കാണ് ഫിൽട്ടർ യൂണിറ്റ് വെച്ചത്. പിന്നെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ വർക്ക് ചെയ്യാതെ ആയപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂടാൻ വേണ്ടിയിട്ട് അവർ പമ്പ് ലൈനിലേക്ക് ഒരു ക്ലോറിൻ ഡോസിങ് പമ്പ് വെച്ചു. അതായത് മുകളിലത്തെ വെള്ളയ്ക്ക് അടിക്കുമ്പോൾ അതിലേക്ക് ക്ലോറിൻ പോവും, പിന്നെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഫിൽട്ടർ ചെയ്ത് ലൈനിലേക്ക് കിട്ടും. അതും വെച്ച് കുറച്ച് നാളെ ഓടി, പിന്നെ അത് തീരെ വർക്ക് ചെയ്യാണ്ടായി. അപ്പോഴാണ് രണ്ടാമത് നമ്മളെ 2024 രണ്ടാമത് കോൺടാക്ട് ചെയ്തെന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മോഡിഫൈ ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് എത്താണ് ചെയ്തത്. ഈ ഫിൽട്ടർ യൂണിറ്റ് വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഞങ്ങളെ തന്നെയാണല്ലോ രണ്ടാമത് വിളിച്ചത്. അതിന് കാരണം എന്തായിരുന്നു? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു തന്നെ. എനിക്ക് ഫിൽറ്ററിനെ പറ്റി പഠിക്കാൻ തന്നെ കഴിയും. ഞാൻ അത്ര മനസ്സിലാക്കി തന്നപ്പോൾ നിങ്ങളുടെ കമ്പനിയോട് ഒരു വിശ്വസ്തത എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത്ര ദൂരത്തുള്ള ഒരു തൃശ്ശൂരാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ ഞാനൊരു ഫിൽറ്റർ വെക്കാനുള്ള കാരണം.
ഇപ്പോൾ നമ്മുടെ ഈ ഫിൽറ്റർ യൂണിറ്റ് മോഡിഫൈ ചെയ്ത് വേണ്ടി ഏകദേശം 6 മാസത്തോളം ഉപയോഗിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്? എന്തൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റേ ആദ്യത്തെ ഫിൽറ്റർ ആകുമ്പോൾ മുകളിൽ കയറിയിട്ട് ഞാൻ ആഴ്ചയിൽ ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇതാകുമ്പോൾ താഴത്തുനിന്ന് മാത്രം ടാങ്ക് ക്ലീൻ ചെയ്താൽ മതി. വെള്ളത്തിന് ഫ്ലോ കൂടുതലാണ്, നല്ല ശുദ്ധജലം കുടിക്കുക. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ടെൻഷൻ തന്നെ മാറി കിട്ടിയെന്ന് പറയാം. മറ്റേത് ഭയങ്കര ഒരു ചൊറയായിരുന്നു ഉള്ളത്. പിന്നെ മുമ്പ് വിളിക്കുമ്പോൾ ഡ്രസ്സൊക്കെ കഴുകുമ്പോൾ കറ പിടിക്കുന്ന പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങൾ? അപ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓവറോൾ ഞങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഹൈഡ്രോപ്രോനെ പറ്റിയിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ചേട്ടനെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചാൽ അതിലൊക്കെ നല്ല മറുപടി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരലുണ്ട്. ഞാൻ ബാക്കിയുള്ള ആർക്കെങ്കിലും ഫിൽറ്റർ വെക്കാനുണ്ടെങ്കിലും ഈ കമ്പനിൻ്റെ തന്നെയാണ് ഇപ്പം ആരും പറയാനുള്ളതും. അത്ര വിശ്വസിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഷിതിൻ ചേട്ടൻ്റെ അച്ഛനാണ്, രവീന്ദ്രൻ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് മുമ്പത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം, അതുപോലെ ഫിൽറ്റർ വെച്ചതിന് ശേഷമുള്ള ഡിഫറൻസൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. വെള്ളം ഞങ്ങൾ കിണർ ഒഴിച്ചാൽ സമയത്ത് നല്ല വെള്ളമായിരുന്നു. നല്ല വെള്ളം അയച്ചാൽ പിന്നെ മോട്ടർ വെച്ച് അപ്പോഴാണ് ഇതിൻ്റെ കളർ വ്യത്യാസം വന്നത്. പിന്നെയാണ് ഞങ്ങൾ ഇത് വെച്ചത്, ഫിൽറ്റർ വെച്ചത്. മുമ്പത്തെ ആഴ്ച കേടായിപ്പോയി, പിന്നെ ഇപ്പോൾ വെച്ചതാണത്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം കുഴപ്പമില്ല, നല്ല വെള്ളം. കുഴപ്പമില്ല. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഒരേ ഇത് തന്നെ. ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ തന്നെ ഞങ്ങൾ കുളിക്കണതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ നടക്കുന്ന പ്രോസസ്സേ എന്തായാലും നമുക്ക് കസ്റ്റമർ തന്നെ ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമുക്ക് ആദ്യം അപ്പോൾ കിണറ്റിലുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്ന് ഡയറക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് കിണറിന് വെള്ളം മുക്കിയെടുക്കാനല്ലേ. നമുക്കൊന്ന് ഗ്ലാസ്സിലൊന്ന് എടുത്ത് നോക്കാം വെള്ളത്തിൻ്റെ അവസ്ഥ. വെള്ളം കുറച്ചും പാടി കഴിഞ്ഞാൽ ഇതിനും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് മാറുന്നത്. അതായത് ഈ വെള്ളം ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കളർ മാറും. അയൺ ഓക്സിഡൈസ് ആകുമ്പോൾ ചെളിയുടെ കളറാവും. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ വലിയ കളറില്ല. പിന്നെ അതുപോലെ കിണറ്റിലത്തെ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴും ഇത് ചെളിവെള്ളം പോലെയാവും. ഇനി നമുക്ക് സെറ്റിലിംഗ് ടാങ്കിലത്തെ വെള്ളം ഇതിൻ്റെ വെള്ളം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മോട്ടർ അടിച്ച് വരുന്ന വെള്ളം നേരെ ഈ ടാങ്കിലേക്കാണ് വരുന്നത്. അത് കൂടാതെ ഇതിൽ ആലവും ക്ലോറിനും ഡോസിൻ പമ്പ് മുഖാന്തരം വെള്ളത്തിലൂടെ വന്ന് ഒരു 6 മണിക്കൂറോളൊക്കെ സെറ്റിലായിട്ടാണ് ഞങ്ങൾ ഇതിലൂടെ ഈ മോട്ടർ ലൈനിൽ പോകണം. ഇതിലൂടെ വന്ന് ഈ 2 ഫിൽറ്ററിലൂടെ പോയിട്ടാണ് മുകളിലേക്ക് വെള്ളം ഫിൽറ്ററായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല വെള്ളമാണ് മുകളിൽ ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടുന്നത്, ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം നിങ്ങൾ കണ്ടുവല്ലോ. നമുക്ക് ഈ ടാങ്കിൻ്റെ വെള്ളം ഒന്ന് ബീക്കറിലൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഓൾമോസ്റ്റ് ഒരു 60% ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിൽ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആയണത് കാണാം. അതായത് വെള്ളത്തിലത്തെ സെഡിമെൻസും അയണൊക്കെ ഓക്സിഡൈസ് ആയിട്ട് മഞ്ഞക്കളറിൽ കാണുന്ന പാർട്ടിക്കിൾസ് അത് വെള്ളത്തിലേക്ക് ക്ലോറിനും ആലവും ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയണത്. ഈ സെപ്പറേറ്റ് ആയണ പാർട്ടിക്കിൾസ് ഈ ടാങ്കിൻ്റെ അടിയിലേക്ക് അടിഞ്ഞു കൂടും. അതിന് ശേഷമാണ് ഇവരത് ഫിൽട്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ആദ്യം ഫിൽട്ടർ ചെയ്യാത്തത്, ഇത് ഡോസിങ് മാത്രം ചെയ്ത വെള്ളം. ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളം കൂടി നമുക്ക് എടുത്തു നോക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കിലേക്ക് പോണ വെള്ളം എടുക്കാം. ഇവിടെ ചെക്ക് വാൾവ് ഉണ്ട്. മോനെ മോട്ടർ ഒന്നിട്ടാ. കുറച്ച് ഫ്ലോ കൂടുതലാണ്.
ചേട്ടാ നമുക്ക് ഈ ടാങ്കിലത്തെ സെറ്റിലായണ വെള്ളം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് തുറന്നു നോക്കാം, ചെളി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, തുറക്കാം. ഈ കാണുന്ന ചെളി ഉണ്ടല്ലോ, ഇത് നമ്മൾ ആലോ ക്ലോറിനെ ആഡ് ചെയ്തിട്ട് ഈ ടാങ്കിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയാണ് ചെളിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നമ്മളിത് കാണുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും ചെളി ആ വെള്ളത്തിലുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിലെടുക്കുമ്പോഴുള്ള പോലെയല്ല. ഇപ്പോൾ ഇത് 1000 ലിറ്റർ അല്ലേ? അത് 1500 ലിറ്റർ. ഇത് 1500 ആണല്ലേ? 1500 ലിറ്ററിലെ വെള്ളം ക്ലോറിനൊപ്പം ആലോ ആഡ് ചെയ്തിട്ട് വരുമ്പോൾ അതിലേകദേശം വരുന്ന ചെളിയാണിത്. നല്ലപോലെ ചെളി ഈ ടാങ്കിൻ്റെ അടിയിൽ സെറ്റിലാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ ബീക്കറിലുള്ള വെള്ളം നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇതും നമ്മൾ ഈ ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഇതും ഈ ടാങ്കിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ അതായത് നമ്മളിത് മുകളിൽ നിന്നാണ് എടുത്തത്. ഈ മുകളിലത്തെ ഈ വെള്ളമാണ്, ഈ ക്ലിയറായി കിടക്കുന്ന വെള്ളമാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് മുകളിലേക്ക് ഇടുന്നത്. ഈ ചെളി വെള്ളം നമ്മൾ അടിയിൽ തുറന്ന് കളയും. അത് ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് ഇവിടെ സാറ് തുറന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്യാറുണ്ട്. ബീക്കറിലുള്ള വെള്ളം അങ്ങനെ അതായത് ഞാൻ പറയുമല്ലോ, ഒരു 60% ക്ലിയർ ആയിട്ടുള്ള ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ വെള്ളത്തിൽ തങ്ങി നിൽക്കുന്ന കാണാം. അതൊക്കെ ആ ഫിൽറ്റർ റിമൂവ് ചെയ്തോളും. ഇത് ഫിൽറ്ററായിട്ട് വരുന്ന വെള്ളമാണ്. അത് ഇതിലേക്കും അതിലേക്കുമാണ്, 2 ടാങ്കിലേക്കാണ് ഉള്ളത്. ഇതിൽ നോക്കിയാൽ കാണാം നമുക്ക് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കണേ. പക്ഷേ ഈ ടാങ്കിൻ്റെ സൈഡുകളിൽ കാണാൻ പറ്റും കളറ് കണ്ടോ. അതെന്ന് പറയല്ലേ, ഈ മുമ്പ് ആദ്യം പറയില്ലേ, ആദ്യത്തെ ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലേക്കായിരുന്നു. അപ്പോൾ ഇത്രയും മോശമായ വെള്ളം ഈ ടാങ്കിലേക്ക് അടിച്ചടിച്ച് ഈ ടാങ്കിൻ്റെ സൈഡ് വാൾസിൻ്റെ ഈ കളറ് റെഡ് കളറാലിക്ക് ആയിപ്പോയി. അത് എത്ര കഴിയുക കഴിഞ്ഞാലും അതിന് ക്ലിയർ ആവില്ല. അപ്പോൾ ഈ ടാങ്കുകൾ മാക്സിമം ക്ലീൻ ചെയ്യാവുന്ന അത്രയും ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഫിൽട്ടർ ചെയ്ത വെള്ളം ഇതിലേക്കാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, അതിലേക്കും കൂടി അവിടെ ഒരു വെള്ള ടാങ്ക് ഉണ്ട്, അതിലേക്കും കൂടി അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം കണ്ടാലും അറിയാം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും. വാൾസ് മാത്രം പഴയ വെള്ളം ഫിൽട്ടർ ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് അങ്ങനെ കളർ മാറിയണതാണ്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഞങ്ങൾ ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ അടുത്ത് ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ്. അതിൽ നോക്കിയാലും അയേണിൻ്റെ അളവ് നമ്മളിപ്പോൾ ഓൾറെഡി അയേണും ടർബിഡിറ്റിയും ആണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ ലാബിൽ. അപ്പോൾ അതിലും അയൺ ഏകദേശം 5 മില്ലിഗ്രാമിന് മുകളിലേക്ക് അയൺ കാണിക്കുന്നുണ്ട്. ടർബിഡിറ്റിയും വളരെ കൂടുതലാണ്. ഇപ്പോൾ കാണുന്നതാണ് ഫിൽട്ടർ വെച്ചതിന് ശേഷം, ഞങ്ങളുടെ ഫിൽട്ടർ സ്റ്റാക്കിയതിന് ശേഷം ടെസ്റ്റ് ചെയ്ത റിസൾട്ട്. അതിൽ ടർബിഡിറ്റിയും അയണും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ടർബിഡിറ്റിക്ക് 0 വെള്ളത്തിന് യാതൊരുവിധ കളറും ഇല്ല ഈ റിസൾട്ട് പ്രകാരം. അതുപോലെ അയൺ ലിമിറ്റിന് താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെഡിമെൻറ്റേഷൻ ടാങ്ക് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ആലവും ക്ലോറിനും ആഡ് ചെയ്യുമ്പോൾ ഇതിലെന്താണ് നടക്കുന്നതെന്നുള്ളത് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ആ ടാങ്കിൽ നടക്കുന്ന പ്രോസസ്സ് നമുക്ക് വിസിബിളായി കാണാവുന്ന രീതിക്ക് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഈ ഫിൽട്ടർ യൂണിറ്റ് ബാക്ക് വാഷ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ഇതേപോലെ നല്ലൊരു ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹൈഡ്രോപ്രോ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന് കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ഞങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.